ഞാൻ ഈ പൊങ്കാലയുടെ നേദ്യങ്ങളെക്കുറിച്ച് വിശദമായി പറയാൻ കഴിയുന്ന ഒരാളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ അമ്മയെ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ എത്ര കാലമായി പൊങ്കാല ഇടുന്നു വെച്ചാൽ 30 വർഷമായി പൊങ്കാല ഇടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയോട് ചോദിച്ചപ്പോൾ ശരി ഞാൻ പറയാമെന്ന് പറഞ്ഞു. അമ്മ, നമ്മൾ സാധാരണ പൊങ്കാല ഇടുമ്പോൾ പലർക്കും വ്യക്തമായിട്ട് അറിയില്ല, ചെന്നൊരു പായസം ഉണ്ടാക്കുന്നു വരുന്നു, അതിനേക്കാൾ ഉപരി കുറേ കാര്യങ്ങളുണ്ട്. അരി പൊടിച്ച് അരിയും ചെറുപയർ അലവാക്കി പൊടിച്ച് പഴവും ശർക്കരയും എല്ലാം തേങ്ങ പീരയൊക്കെ കൊണ്ടിട്ട് ഇച്ചിരി നെയ്യും ഒക്കെ ഒഴിച്ച് കുഴച്ച് ഉരുട്ടി കണ്ണും മൂക്കും ഒക്കെ വരച്ച് ഇഡ്ഡലിക്കുട്ടത്തി വെച്ച് പുഴുങ്ങും. കൊട്ടാരക്കര ഗണപതിയുടെ നാട്ടിൽ നിന്ന് പൊങ്കാല ഇടാൻ വന്ന ഒരു സംഘം ആൾക്കാരാണ്. ഇതിൻ്റെ നേതാവ് എന്നൊക്കെ പറയാം വസന്താമ്മയാണ്. വസന്താമ്മ 30 വർഷത്തിലധികമായി പൊങ്കാല ഇടുകയാണ്. ഞാൻ ഈ പൊങ്കാലയുടെ നേദ്യങ്ങളെക്കുറിച്ച് വിശദമായി പറയാൻ കഴിയുന്ന ഒരാളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ അമ്മയെ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ എത്ര കാലമായി പൊങ്കാല ഇടുന്നു വെച്ചാൽ 30 വർഷമായി പൊങ്കാല ഇടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയോട് ചോദിച്ചപ്പോൾ ശരി ഞാൻ പറയാമെന്ന് പറഞ്ഞു. അമ്മ, നമ്മൾ സാധാരണ പൊങ്കാല ഇടുമ്പോൾ പലർക്കും വ്യക്തമായിട്ട് അറിയില്ല, ചെന്നൊരു പായസം ഉണ്ടാക്കുന്നു വരുന്നു, അതിനേക്കാൾ ഉപരി കുറേ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞങ്ങളും അങ്ങനെയുള്ള വിശ്വാസത്തിൽ വരുമ്പോൾ നമ്മുടെ വീട്ടിലെ ആപത്തുകൾ മാറ്റിത്തരണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു ഗതി ഉണ്ടാവണം, ഇതൊക്കെ പറഞ്ഞാൽ ഈ പൊങ്കാലയ്ക്ക് വന്നിട്ടുള്ളത്. അതിന് വലിയ അസുഖങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. അമ്മയ്ക്ക് പൊങ്കാല ഇട്ടതിന് ശേഷം ഒന്നും വലിയ അസുഖങ്ങളും ഒന്നും വന്നിട്ടില്ല. അതേ ഉള്ളൂ നമുക്ക് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഈ പൊങ്കാലയിൽ വരുന്നതിന് മണ്ടപ്പുറ്റുണ്ടാക്കാം അമ്മയ്ക്കെന്ന് പറയും. അങ്ങനെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ 5 കലത്തിലും 7 കലത്തിലും ഒക്കെ പൊങ്കാല ഇടാമെന്ന് സങ്കല്പിക്കുന്നതിന് പാൽപ്പായസം, തെരളി, മണ്ടപ്പുറ്റ്, പിന്നെ പായസം, വെള്ളച്ചോറ്, ഇത് ഇത്രയും ഉണ്ടാക്കും. മണ്ടപ്പുറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക? അരി പൊടിച്ച് അരിയും ചെറുപയർ അലവാക്കി പൊടിച്ച് പഴവും ശർക്കരയും എല്ലാം തേങ്ങ പീരയൊക്കെ കൊണ്ടിട്ട് ഇച്ചിരി നെയ്യും ഒക്കെ ഒഴിച്ച് കുഴച്ച് ഉരുട്ടി കണ്ണും മൂക്കും ഒക്കെ വരച്ച് ഇഡ്ഡലിക്കുട്ടത്തി വെച്ച് പുഴുങ്ങും. അതാ നമ്മുടെ മറ്റേ തെരളിയപ്പം. തെരളി വയനേല വെച്ചിക്കൊണ്ട് വന്ന് വയനേലക്കകത്ത് പഴവും ശർക്കരയും തേങ്ങയും വെച്ച് പിന്നെ നല്ലതുപോലെ കുഴച്ച് പിടിച്ച് തെരളി ഉണ്ടാക്കും. അമ്മ എല്ലാം ഉണ്ടാക്കുന്നുണ്ടോ ഇക്കൊല്ലം? ഇല്ല, കൊച്ചിനെ കുത്തിയോട്ടത്തിന് കൊണ്ടുവന്ന് ഒരു പായസം വെക്കുന്നുള്ളൂ. വീട്ടിൽ കൊണ്ടുപോകാനൊന്നും ഒക്കത്തില്ലല്ലേ, അതുകൊണ്ട് ശർക്കര പായസം മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പോൾ കുഞ്ഞിനെ ഇവിടെ കുത്തിയോട്ടത്തിന് വ്രതത്തിന് ഇവിടെ ആണല്ലോ. അപ്പം നിങ്ങൾ എന്നാ വന്നത് ഇവിടെ? ഞങ്ങൾ പിന്നെ ഇവിടെ ഒരു അടുത്തൊരു വീട്ടിൽ താമസമാണ്. 8 ദിവസമായി. രാവിലെ വരും, വൈകിട്ട് അങ്ങ് പോവാ, വീട്ടിൽ പോയി കിടക്കും. മോനെ എന്നും വന്ന് കാണാറുണ്ടോ? വൈകിട്ടേ പോകും, രാവിലെ വന്നു കഴിഞ്ഞാൽ. പിന്നെ കുത്തിയോട്ട വ്രതത്തെ പറ്റി ഒന്ന് പറഞ്ഞേ അമ്മയ്ക്ക്. അതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു ആൺകുഞ്ഞുണ്ടാവാൻ വേണ്ടി അപേക്ഷിച്ച് അങ്ങനെ ഉണ്ടായി. അങ്ങനെ അതിനെ കുത്തിയോട്ടത്തിന് കൊണ്ടുവന്നേ. അതിന് മൂത്തത് ഒരു പെങ്കൊച്ചായി. എൻ്റെ വീട്ടിലും എനിക്ക് ആൺപിള്ളേരില്ല. അങ്ങനെ അപേക്ഷിച്ചുണ്ടായതാണ് എൻ്റെ മോന്. അമ്മയ്ക്ക് എന്തേ പറയാം? ഞങ്ങളും അതുപോലെ ഞങ്ങൾക്കൊരു അമ്മോനും വേണമെന്ന് അതിന് ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോഴേ ഞങ്ങൾക്കൊരു അമ്മോനെ കിട്ടി. ആ മോനെ ഇവിടെ കൊണ്ട് കുത്തിയോട്ടം നടത്തുക. ഇപ്പോൾ 10 വയസ്സാവുന്നു. 10 വയസ്സിന് മുമ്പ് നടത്തണം അല്ലേ? 10 വയസ്സിനകത്ത് 10ഉം 12ഉം. എല്ലാവരും വളരെ സന്തോഷമായിട്ട് പൊങ്കാല ഇടുക. ഇതുപോലെയുള്ള ചെറിയ ചെറിയ സംഘങ്ങൾ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അവർക്ക് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ, ജനങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പൊങ്കാല എന്ന് പറയുന്നത് എനിക്കറിയുന്ന അറിവ് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുക എന്ന ഒരു അവസരം കൂടിയാണ് പലപ്പോഴും.